ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈപ്പർ ഹാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഇത് നിങ്ങളുടെ എന്തോന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ പുളിച്ചി എന്ന് പറയും, ആനപ്പുളിച്ചിക്ക എന്ന് പറയും. അപ്പം ഇത് വെച്ചൊരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു ആൻറ്റി തന്നതാണ്. അപ്പം ഇത് വെച്ച് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അരിഞ്ഞപ്പോൾ സ്റ്റാർ പോലെ ആയിട്ട് അങ്ങനെ അരിഞ്ഞ് കഴുകി നല്ല സ്റ്റാർ പോലെ ആയിരിക്കുന്നു. അപ്പോൾ ഇതിന് സ്റ്റാർ ആപ്പിൾ എന്ന് പറയാം, സ്റ്റാർ പുളിച്ചിക്ക. സെയിം സ്റ്റാറായി. നമുക്കിത് ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എന്നിട്ട് വറ്റൽ മുളക് ഒരു ചെറിയ പച്ചമുളക് ഇട്ട് നല്ല മണം വരും, നല്ല മൂത്ത് വരും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന് നല്ല രസമുണ്ട്. ഇങ്ങനെ നല്ല പച്ച, ഇതിൽ പഴുത്ത് നല്ല മധുരമാണ്. പുളിപ്പ് അങ്ങനെ കുറവാണ്, നല്ല മധുരമുള്ളതാണ്. ഇതിൽ പുളിപ്പുള്ളത് കൊണ്ട്, പക്ഷെ ഇത് നല്ല മധുരം ഉള്ളതാണ്. പക്ഷെ ഇത് പച്ചയാണ്, എന്നാലും അത്ര പുളിപ്പില്ല. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ, 2 സ്പൂൺ, ഒരു 3 സ്പൂൺ ആകും അതിൻ്റെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിടാൻ മറന്നുപോയി ഗൈസ്, കുഴപ്പമില്ല. ശകലം ചൂട് വെള്ളം, കരിഞ്ഞു പോയാലും. അങ്ങനെ നല്ല അരപ്പായിട്ടുണ്ട് ഗൈസ്, നല്ല തിളച്ച് നല്ല കുറി ആയിട്ടുണ്ട് ഗൈസ്. ഇത് തണുത്തിട്ട് ഇതെടുത്ത് നമുക്ക് ഇതിലോട്ട് തട്ടി കൊടുക്കാം തണുത്തതിന് ശേഷം. അങ്ങനെ തണുത്ത് ഗൈസ്, നല്ല കളർ, നല്ല കുറി, നല്ല അരപ്പുണ്ട് ഗൈസ്. അങ്ങനെ നല്ല അരപ്പുണ്ട്, നല്ല തണുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. നമുക്ക് ഇതെടുത്ത് നമുക്ക് ഇതിലോട്ട് ഇതിലെല്ലാത്തിലും ആയിട്ടുണ്ട്. ഇച്ചിരി വിനാഗിരിയും കൂടെ വേണമായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് വിനാഗിരി ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല. വിനാഗിരി ഇല്ലാതെ അങ്ങനെ ഇപ്പോൾ ചെയ്തു. വിനാഗിരികളുണ്ടെങ്കിൽ ഇപ്പം ഇതിന് ഉപ്പും ഇതൊക്കെ പിടിക്കണം. നല്ല അരപ്പൊക്കെ ഉണ്ട്. നിങ്ങളും ഇതേപോലെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഞാൻ ഇതിന് പേരിട്ട് ഇനി സ്റ്റാർ ആപ്പിൾ, സ്റ്റാർ പുളിച്ചിക്ക. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത വീഡിയോയിലോട്ട് ഉടനെ വരുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, ബൈ ഗൈസ്.